കർക്കിടകത്തിലെ വിവിധ തരം സൂപ്പുകൾ പരിചയപ്പെടുത്തുന്ന സീരീസിലെ മൂന്നാമത്തെ ഭാഗമാണിത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക സൂപ്പാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. വെണ്ടയ്ക്ക മീഡിയം കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു കുക്കറിലേക്കിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യുക. വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്ത് പ്രഷർ മുഴുവൻ പോകുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം 10 ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് വഴറ്റുക. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിലുള്ള പ്രഷർ പോയിട്ടുണ്ടാകും. ഇനി അത് തുറന്ന് അതിലുള്ള വെണ്ടയ്ക്ക തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഉള്ളി നല്ല രീതിയിൽ വാടി വന്നാൽ അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള കുറച്ച് വെണ്ടയ്ക്ക ഇട്ട് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുക. കോൺഫ്ലവർ കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് 1 ഗ്ലാസ്സോളം പാലൊഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇതോടൊപ്പം നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുള്ള വെണ്ടയ്ക്ക കൂടി ഇടാം. ഇനി എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഒരു 2 മിനിറ്റോളം തിളപ്പിച്ച ശേഷം 1 ടീസ്പൂൺ കുരുമുളക് ഇടാം. അവസാനമായി വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് ഇറക്കി വയ്ക്കാം. ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി വെണ്ടയ്ക്ക സൂപ്പ് തയ്യാർ.